അജയ് തറയിൽ അദ്ദേഹം മുൻ ദേവസ്വം ബോർഡ് അംഗമാണ്. ശ്രീ അജയ് തറയിൽ, ഈ സ്വർണ്ണക്കൊള്ള നടത്തിയതിന് പിന്നിൽ ഒരു രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അതിന്റെ ഭാഗമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എത്ര ഗൗരവത്തിലെടുക്കേണ്ട നിരീക്ഷണമാണത്? അല്ല, ഞങ്ങള് ഈ സംഭവം തുടങ്ങി അന്ന് മുതൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ദ്വാരപാലക ശില്പങ്ങൾ നമ്മുടെ വിജയമല്ലയ്യ സ്വർണം പൊതിഞ്ഞ് നൽകിയ ദ്വാരപാലക ശില്പം അഴിച്ചെടുത്ത് അത് അവർ വലിയ ഒരു തുകക്ക് പുറത്ത് കച്ചവടമാക്കി വിറ്റു. അത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. ആർക്കാണ് വിറ്റതെന്ന് അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്നാണ് അദ്ദേഹം എന്ന ആരോപണം ഉന്നയിച്ചത്. ഞാൻ പല ചർച്ചകളിലും ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും ആ സ്വർണ്ണപ്പാളിയെ കുറിച്ചുള്ള അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോൾ ഇവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത്, ദ്വാരപാലക ശില്പം എന്ന് പറയുന്നത് തികച്ചും ഡ്യൂപ്ലിക്കേറ്റ് ആയ ഒരു ദ്വാരപാലക ശില്പമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായിട്ട് പുറത്തു വന്നു. അദ്ദേഹം ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്ന എന്താണ്? ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിലിരിക്കുന്ന ദ്വാരപാലക ശില്പം എനിക്ക് തന്നാൽ അതിന്റെ സ്വർണവും കൂടി എടുത്ത് ഇതിനുപയോഗിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ദ്വാരപാലക ശില്പം ഒരെണ്ണം സ്ട്രോങ് റൂമിലിരിക്കുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം നമ്മുടെ സന്നിധാനത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നു. ഇതിന്റെ ഒറിജിനൽ സാധനം കോടിക്കണക്കിന് രൂപക്ക്. ഇത് വലിയ സമ്പന്നന്മാർക്ക് അവരുടെ ബിസിനസിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ദ്വാരപാലകന്മാർ തന്നെ വീട്ടിൽ വെച്ചാൽ അവരുടെ ബിസിനസ് 100, 1000, 10,000 കോടി രൂപയുടെ കച്ചവടവും ബിസിനസ്സും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് 10, 100 രൂപ, കോടി രൂപ കൊടുത്ത് ഇത് വാങ്ങുന്നത് പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ അന്താരാഷ്ട്ര വിഗ്രഹ കച്ചവടത്തിൽ രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘം പിന്നിൽ പ്രവർത്തിച്ചു എന്ന തരത്തിലേക്കൊക്കെ വരുമ്പോൾ അതിന്റെ വ്യാപ്തി വലുതാവുകയാണല്ലോ. ഈ രീതിയിൽ മതിയോ അന്വേഷണം? തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ അന്വേഷണം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു പോലീസാണ്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസാണ് ഈ കേരളത്തിലെ എല്ലാ IPSകാരും. അവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതോറിറ്റി ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള പോലീസ് എത്ര വലിയ അന്വേഷണം നടത്തിയാലും, എത്ര വലിയ പ്രഗത്ഭരാണെങ്കിലും അവർക്ക് അവരുടെ മുകളിലുള്ള ആളുകളോട് ആൻസർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണല്ലോ ഈ സാധനം ഇപ്പോൾ ഈ കേവലം ഇവിടുത്തെ കമ്മീഷനായിരുന്ന N. വാസുവിൽ ഇപ്പോൾ ഇടിച്ചു നിൽക്കുകയാണ്. N. വാസു അല്ലല്ലോ, ഇത് പഴയ ദേവസ്വം ബോർഡിന് പ്രസിഡന്റുമാരുണ്ട്, മെമ്പർമാരുണ്ട്, ദേവസ്വം ബോർഡ് മന്ത്രിയുണ്ട്. ഇതുപോലുള്ള ആളുകളൊക്കെ ഈ കോൺസ്പിറസിയിൽ ഭാഗമാണ്. 10 ദിവസം മുമ്പ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ് ഈ അന്വേഷണം എന്ന് പറയുന്നത് ഇത് ഉന്നതയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഉന്നതയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവമായ തലത്തിലേക്ക് അന്വേഷണം നടക്കണം. പ്രാഥമികമായ അന്വേഷണം. ഞാൻ SIT ഇത്രയും കാലം അന്വേഷിച്ചതിനകത്ത് തെറ്റി പറയാൻ കഴിയില്ല. പക്ഷെ അവർ ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ട്. ഈ 500 ഗ്രാം സ്വർണത്തിലല്ലല്ലോ പ്രശ്നം. 500 ഗ്രാം സ്വർണത്തിൽ തപ്പിയല്ലല്ലോ നടക്കുന്നത്. ഈ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പന്മാർ ആരുടെ കയ്യിൽ ഇരിക്കുന്നു? ഇന്ത്യയിലുണ്ടോ? സൗത്ത് ഇന്ത്യയിലുണ്ടോ? ഇന്ത്യക്ക് പുറത്താണോ? എത്ര രൂപക്കാണത് വിറ്റത്? ആ വിറ്റതിന്റെ പണം ആരൊക്കെ വാങ്ങി? ഇതുകൂടി തെളിയിക്കപ്പെട്ടാൽ മാത്രം